ഓം ശാന്തി. സദാ ഭാഗ്യശാലിയായി ഭവിക്കൂ എന്നുള്ള വരദാനത്തെ ഇപ്പോൾ ബാബയിൽ നിന്നും സ്വീകരിക്കൂ. ഞാൻ എൻ്റെ സംഗമയുഗി ബ്രാഹ്മണ ജീവിതത്തിലെ സർവശ്രേഷ്ഠമായ പ്രാപ്തികളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് സംഗമ യുഗത്തിലെ സന്തോഷജനകമായ ആനന്ദദായകമായ മധുരമായ ഓർമ്മയിലേക്ക് എന്നെ നയിക്കുകയാണ്. ഞാൻ മധുരമായ ഓർമ്മയിൽ മുങ്ങിത്താഴുകയാണ്. സ്വയം ഭഗവാന്റെ കൂടെ നിന്നുകൊണ്ട് സന്തോഷം ആഘോഷിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളുടെ മധുര ഓർമ്മകളുടെ ഓർമ്മചിഹ്നമായി പലതരത്തിലുള്ള ദൃശ്യങ്ങളുടെ രൂപം എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ ദർശിക്കുന്നു. മനമോഹകമായ എല്ലാ ദൃശ്യങ്ങളും എന്നിൽ ആനന്ദം പകരുന്നു. പരമാത്മാവിന്റെ അവതരണ ഭൂമിയായ മധുബനിൽ ഭഗവാനോടൊപ്പം സാകാരം മിലനം ചെയ്യുന്നതിന്റെ സുന്ദര ദൃശ്യം ചിലപ്പോൾ സൂക്ഷ്മവദനത്തിൽ അവ്യക്ത ബാപ്ദാദിയോടൊപ്പം സ്നേഹത്തിന്റെ മിലനം ആഘോഷിക്കുക. ബാപ്ദാദിയുമായി മധുരമായ സ്നേഹ സംഭാഷണം നടത്തുന്നതിനെ മനമോഹക ദൃശ്യം
ചിലപ്പോൾ സർവസംബന്ധങ്ങളുടെയും സുഖം നൽകുന്ന ബാബയുടെ ഭിന്ന ഭിന്ന സ്വരൂപങ്ങൾ ചിലപ്പോൾ ദാതാവായി പരമാത്മ ഗുണങ്ങളും ശക്തികളും ഖജനാവുകൾ കൊണ്ടും എന്നെ നിറച്ചു നൽകുന്ന എന്റെ ദിലാരാമനായ ബാബയുടെ അതിസുന്ദരമായ ലൈറ്റ് മൈറ്റ് സ്വരൂപം ഇങ്ങനെ എത്രയെത്ര ദൃശ്യങ്ങൾ എന്റെ മനോദർപ്പണത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അനേക ദൃശ്യങ്ങളിൽ മുഴുകി സംഗമയുഗത്തിലെ ലഹരിയുടെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഞാൻ എന്റെ സർവശ്രേഷ്ഠമായ ഭാഗ്യത്തെ കണ്ടുകൊണ്ട് ഭാഗ്യത്തിന്റെ ഗീതം പാടുകയാണ്. ഞാൻ എത്ര സൗഭാഗ്യശാലിയായ ആത്മാവാണ്. ലോകത്തിലുള്ളവർ ഇന്നും ചെറിയൊരു സന്തോഷം ലഭിക്കുവാൻ വേണ്ടി സമയത്തെ കാത്തിരിക്കുന്നു, അവസരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി അവർ വർഷത്തിലൊരിക്കൽ ഉത്സവം ആഘോഷിക്കുന്നു. എന്നാൽ ഞാൻ എല്ലാ ദിവസവും പരമാത്മാ മിലനത്തിന്റെ ഉത്സവം ആഘോഷിച്ചു. ജീവിതത്തിന്റെ ഓരോ നിമിഷം ഉത്സാഹഭരിതനായിരിക്കുന്നു. ഞാൻ ലഹരിയാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നെ പ്രിയപ്പെട്ട ബാബയുടെ കൂടെ സംഗമയുഗത്തിലെ ഓരോ ദിവസം ഓരോ നിമിഷം ഓരോ സെക്കൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം
എന്റെ മനസ്സിന് പരിധികളില്ലാത്ത സന്തോഷം അനുഭവിക്കുവാനുള്ള സമയമാണ്. എന്റെ അന്തരാത്മാവിൽ ഞാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യത്തിന്റെ ഗുണഗാനം പാടുകയാണ്. എന്റെ ഭാഗ്യവിധാതാവായ ബാബയ്ക്ക് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നന്ദി പറയുകയാണ്. ഞാൻ ബാബയുടെ ഓർമ്മയിൽ മുഴുകി ബാബയോടൊപ്പം പരിധികളില്ലാത്ത സന്തോഷം ലഹരി അനുഭവിക്കുന്നതിനായി അന്തർമുഖതയുടെ ഗുഹയിലേക്ക് പോകുന്നു. ദേഹത്തിന്റെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നുമെല്ലാം വേറിട്ട് ഓരോ സങ്കല്പ വികല്പങ്ങളിൽ നിന്നുമെല്ലാം എന്റെ ശ്രദ്ധയെ വേർപെടുത്തി എന്റെ മനസ്സിനെയും ബുദ്ധിയെയും ഞാൻ പൂർണ്ണമായും ഏകാഗ്രമാക്കുന്നു. ഏകാഗ്രതയുടെ ഈ ശക്തി സെക്കൻഡിൽ എന്നെ ബാബയ്ക്ക് സമാനം വിദേഹിയാക്കി ദേഹബോധത്തിൽ നിന്നും മുക്തനാക്കുന്നു. ഞാനിപ്പോൾ ആത്മീക സ്വരൂപത്തിൽ ഇരിക്കുകയാണ്. എന്റെ ഉള്ളിൽ അതിസുന്ദരമായ സദോഗുണി സ്വരൂപത്തെ കണ്ടുകൊണ്ട് ആ ഗുണങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വ്യത്യസ്ത നിറങ്ങളുടെ കിരണത്തിന്റെ ആനന്ദമെടുത്തുകൊണ്ട് ദേഹമാകുന്ന പക്ഷിക്കൂട്ടിൽ നിന്ന് പുറത്തു വരുന്നു.
ദേഹത്തിൽ നിന്നും ഡിറ്റാച്ച് ആയിരിക്കുന്ന ഈ അവസ്ഥ വളരെ വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. പരിധിയുള്ള എല്ലാ ലഹരികളുടെയും ആകർഷണത്തിൽ നിന്നും മുക്തനായി ഈ അവസ്ഥയിൽ പരിധികളില്ലാത്ത ലഹരിയുടെ ആനന്ദം നേടുന്നതിനായി തിളങ്ങുന്ന മുത്തായ പ്രകാശിക്കുന്ന ജ്യോതിയായി ഞാൻ ആത്മാ ആകാശത്തിലേക്ക് പറന്നുയരുകയാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായ ദേഹത്തിന്റെ ഓരോ പ്രകാരത്തിലുള്ള ബന്ധനത്തിൽ നിന്നും മുക്തമായി എന്നെ നിരാകാരി ജ്യോതിർബിന്ദു സ്വരൂപത്തിൽ ഞാൻ ആത്മാ വളരെ വേഗത്തിൽ മുകളിലേക്ക് പറക്കുകയാണ്. എന്നെ നിരാകാരനായ ശിവപിതാവിന്റെ സുന്ദരമായ സ്വരൂപത്തെ മനോബുദ്ധിയാകുന്ന ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ട് ഭാവിക സ്നേഹത്തിന്റെ അലകളിൽ മഗ്നനായി ഞാൻ ആത്മാ ആകാശവും കടന്ന് ഫരിസ്തകളുടെ ആകാരീയ ലോകത്തിനുമപ്പുറം തിളങ്ങുന്ന ചൈതന്യ നക്ഷത്രങ്ങളുടെ നിരാകാരി ലോകത്തിൽ പ്രവേശിക്കുകയാണ്. നിർസങ്കൽപ്പ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ എന്റെ ബീജരൂപനായ പ്രിയപ്പെട്ട പിതാവിന്റെ ശക്തിശാലിയായ കിരണങ്ങളുടെ ശീതള ഛായ അനുഭവിച്ചുകൊണ്ട് പ്രകാശകിരണങ്ങൾക്ക് താഴെ ഇരിക്കുകയാണ്.
മനോബുദ്ധിയാകുന്ന ദിവ്യനേത്രത്താൽ ബാബയുടെ ഓരോ കിരണങ്ങളെയും ഞാൻ സ്പഷ്ടമായി കാണുന്നു. വളരെ സ്നേഹത്തോടു കൂടി ബാബയെ ദർശിച്ചുകൊണ്ട് ഞാൻ ബാബയുടെ സമീപത്തിൽ എത്തിച്ചേരുകയാണ്. ബാബയെ സ്പർശിക്കുകയാണ്. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ ഞാൻ അനുഭവിക്കുന്നു സർവശക്തികളുടെയും കിരണങ്ങളാകുന്ന കൈകൾ കൊണ്ട് ബാബ എന്നെ ആലിംഗനം ചെയ്യും. ബാബയുടെ നിസ്സീമമായ സ്നേഹത്തിന്റെ മമതയാൽ നിറയ്ക്കപ്പെട്ട കിരണങ്ങൾ എന്നിലേക്ക് പെയ്യുകയാണ്. ബാബയുടെ ഈ സ്നേഹം എന്റെ ഉള്ളിൽ അനിർവചനീയമായ ശക്തി നിറച്ച് എന്നെ ശക്തിശാലിയാക്കിക്കൊണ്ടിരിക്കുന്നു. ബീജരൂപനായ എന്റെ പ്രിയപ്പെട്ട ബാപ്ദാദയുടെ സാന്നിധ്യത്തിൽ ഞാൻ മാസ്റ്റർ ബീജരൂപനായി ബാബയുടെ ശക്തികളെ സ്വയത്തിൽ നിറച്ച് ബാബയോടൊപ്പമുള്ള സ്നേഹമിലനത്തിന്റെ അനുഭൂതിയോടൊപ്പം ഞാൻ തിരികെ സാകാര ലോകത്തിലേക്ക് വന്നു എന്റെ ബ്രാഹ്മണ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വയം ഈശ്വരനാകുന്ന അച്ഛനിൽ നിന്നും ലഭിച്ച എന്റെ സംഗമിക ജീവിതത്തിലെ ബ്രാഹ്മണ ജീവിതത്തിലെ അക്ഷയമായ സമ്മാനങ്ങളെ സ്മൃതിയിൽ വെച്ച് സ്വയത്തെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി മനസ്സിന്റെ
പരിധികളില്ലാത്ത സന്തോഷം ആഘോഷിച്ചുകൊണ്ട് ബഹുമൂല്യമായ എന്റെ ബ്രാഹ്മണ ജീവിതത്തിലെ ഓരോ സെക്കൻഡും നിറഞ്ഞ ആനന്ദം ഞാൻ അനുഭവിക്കുകയാണ്. हम खुश नसीब कितने, प्रभु का मिला सहारा। हम खुश नसीब कितने, प्रभु का मिला सहारा। हम हो गए उसी के, हम हो गए उसी के, वो हो गया हमारा हमारा। हम खुश नसीब कितने, प्रभु का मिला सहारा। हम हो गए उसी के, हम हो गए उसी के, वो हो गया हमारा हमारा। हम खुश नसीब कितने, प्रभु का मिला सहारा। हर रोज वो सवेरे आकर हमें जगाता, मेरे लाडलो उठो कहे, बड़े प्यार से उठाता। हर रोज वो सवेरे आकर हमें जगाता, मेरे लाडलो उठो कहे, बड़े प्यार से उठाता। क्या सोते जगते हर पल, देखूं वही नजारा। हम हो गए उसी के, हम हो गए उसी के, वो हो गया हमारा हमारा। हम खुश नसीब कितने, प्रभु का मिला सहारा। सद्ज्ञान के लुटाए हम पर वो हीरे मोती, मेरी ही एक की क्या जग की जगाए ज्योति। सद्ज्ञान के लुटाए हम पर वो हीरे मोती,
नजरों से तूने मेरी तस्वीर है सजाई, जन्मों जन्म की सुंदर तकदीर है बनाई। नजरों से तूने मेरी तस्वीर है सजाई, जन्मों जन्म की सुंदर तकदीर है बनाई। आंगन में मन के मेरे जन्नत को है उतारा, हम हो गए उसी के, हम हो गए उसी के, वो हो गया हमारा हमारा। हम खुश नसीब कितने, प्रभु का मिला सहारा। हम हो गए उसी के, हम हो गए उसी के, वो हो गया हमारा हमारा। हम खुश नसीब कितने, प्रभु का मिला सहारा। हम खुश नसीब कितने, प्रभु का